സ്പോർട്സിൽ ധാരാളം പരാതികൾ ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി പരാതികൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ജനാധിപത്യമാകുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. ഇവിടെ ഇല്ലാത്തത്, ഒരു പരാതി ഉണ്ടായാൽ ആ പരാതി റിസോൾവ് ചെയ്യാനുള്ള, ആ പരാതി ഒരു ഗ്രീവൻസ് ലെവലായിരിക്കുമ്പോൾ തന്നെ ആ പരാതിയിൽ ഇടപെട്ട് ആ പരാതിയുടെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അതിനൊരു തീരുമാനമെടുക്കാനുള്ളൊരു സംവിധാനം ഇന്ന് എല്ലാവർക്കും വേണ്ടി തീരുമാനം. അത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ കേസ് കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. ഈ പരാതി ശരിയാണോ എന്ന് നിഷ്പക്ഷരായ സ്പോർട്സിലെ ആളുകൾ തന്നെ പരിശോധിച്ച് ഇതിൽ എന്തെങ്കിലും നടപടി വേണോ എന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോർട്സിലുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഇത് വേണം. ഇത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഈ ഗ്രീവൻസ് നോക്കിയാൽ സ്പോർട്സിൽ പ്രവർത്തിക്കുന്ന ആരോടും, ഇവിടെ തന്നെ ഞാനൊരു സർവേ നടത്തുകയാണെങ്കിൽ 1000 ഗ്രീവൻസ് എങ്കിലും നിങ്ങൾക്ക് ഈ സ്പോർട്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ പിൽക്കാല 10-20 കൊല്ലത്തെ അനുഭവം കൊണ്ട് പറയാൻ കാണും. പക്ഷേ ഈ ഗ്രീവൻസസ് ഒന്നും തന്നെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ആ ഗ്രീവൻസ് റീഡ്രസൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സത്യം. അപ്പോൾ അതിന് ഒരു സ്പോർട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറം, ഇത് രണ്ടിനും ഒരു ജുഡീഷ്യൽ സ്വഭാവം വേണം. ഒരിക്കൽ ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജോ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജോ അംഗമായിരിക്കണം. വളരെ എമിനൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺസ് അവർ അതിനകത്തിൽ അംഗമായിരിക്കണം. അപ്പോൾ സ്പോർട്സിൻ്റെയും നിയമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്ന് ഈ സ്ഥിതിഗതികളെ അവലോകനം ചെയ്യാനും തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരു ഇലക്ഷൻ ബോഡിയും പരാതി പരിഹരിക്കാൻ വേണ്ടി ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസവും സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം.